കേരളം മാത്രമല്ല തമിഴ്നാട്, ബംഗാൾ, അസം, ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ തീയതികൾ പ്രഖ്യാപിക്കും. കേരളത്തിൽ വോട്ടെടുപ്പ് എന്നാണെന്ന് ചോദിച്ചാൽ അത് വിഷുവിന് ശേഷം ഒറ്റഘട്ടമായി നടത്തുമെന്ന സൂചനകളാണ് വരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗങ്ങളും ഈ മാസം 21-ന് കേരളത്തിലെത്തുകയും ചെയ്യും. PR സുനിലും TV പ്രസാദുമാണ് ചേരുന്നത്. PR സുനിലേക്ക് ആദ്യം പോയാൽ, PR സുനിൽ, ആകാംക്ഷയാണിപ്പോൾ എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുക എന്നത്. അത് ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്നാണെന്നാണ് ആകാംക്ഷ. സാധാരണയായി ഒറ്റഘട്ടമായിട്ടാണ് നടത്താറുള്ളത്. വിഷു വരുന്നുണ്ട്, അതുകൊണ്ട് അതിന് മുൻപോ ശേഷമോ എന്ന നിലയ്ക്കായിരിക്കും അല്ലേ? വിനീത, തീർച്ചയായും കഴിഞ്ഞ 2021 കേരളത്തിലെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് ഏപ്രിൽ 6-ാം തീയതിയായിരുന്നു. വിഷുവിന് മുൻപാണ്. ഇത്തവണ കുറച്ചുകൂടി നടപടികൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഏപ്രിൽ 15-ന് ശേഷം, വിഷുവിന് ശേഷം കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മെയ് 5-ന് മുൻപ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുന്ന തരത്തിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയത്. ഇത്തവണ അത് കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് മെയ് 23-നാണ്. ഏതായാലും മെയ് 10-ാം തീയതിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിക്കുന്ന തരത്തിലായിരിക്കും ഇത്തവണത്തെ ഷെഡ്യൂൾ ക്രമീകരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ പശ്ചിമ ബംഗാളിൽ 8 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. മാർച്ച് 27-ന് തുടങ്ങി ഏപ്രിൽ 29 വരെ. കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 6-നായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. അസമിലാണെങ്കിൽ 3 ഘട്ടമായി വോട്ടെടുപ്പ് നടന്നു. ഏതായാലും ഇത്തവണ പശ്ചിമ ബംഗാളിൽ ഒരുപക്ഷെ 8 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. അത് 6 ഘട്ടമായി കുറയാനുള്ള സാധ്യതയുണ്ട്. അസമിൽ 3 ഘട്ടമായി തന്നെയായിരിക്കും വോട്ടെടുപ്പ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ ഘട്ടത്തിലാണ്. ഈ ഷെഡ്യൂൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ നീക്കത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ഈ മാസം 15 മുതൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലെ സന്ദർശനം നടത്തുന്നുണ്ട്. കേരളത്തിലും 21-ാം തീയതി എത്തുന്നുണ്ട്. മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും, തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലും പോകും. അതിനുശേഷം തിരിച്ചെത്തിയ ശേഷം സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ദില്ലിയിൽ ചേരും. പിന്നീടാണ് ഈ മാസം അവസാനത്തോടുകൂടി, അതല്ല എങ്കിൽ മാർച്ച് ആദ്യവാരത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഏതായാലും ഉത്സവകാലം, ഇതോടൊപ്പം തന്നെ പരീക്ഷകൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. ഇതിനായി അതത് സംസ്ഥാനങ്ങളിലെ ഇലക്ടറൽ ഓഫീസർമാരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച്, രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഈ ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളത് ഏപ്രിൽ 15-ന് ശേഷം, വിഷുവിന് ശേഷമായിരിക്കും. ശരി, TV പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, ഇതാ തെരഞ്ഞെടുപ്പ് കളം ഒരുങ്ങുകയാണ്. ഏപ്രിൽ പകുതിയോടുകൂടി, ഒരുപക്ഷെ വിഷു കഴിഞ്ഞ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് എന്നാണ് കരുതുന്നത്. പ്രഖ്യാപനം ഇതാ അങ്ങ് അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് സുനിൽ പറയുന്നത്. എന്താണ് മുന്നണിക്കകത്തെ ചർച്ചകൾ? മുന്നണികൾ ഓരോരുത്തരും ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകളുണ്ട്, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുണ്ട്, സിറ്റിംഗ് MLA-മാർ അതുപോലെ തന്നെ മത്സരിക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുന്നണികളൊക്കെ ഒരുങ്ങിയോ? വിനീത, മുൻപെങ്ങുമില്ലാത്ത ഒരു പോരാട്ട വീര്യമാണ് 3 മുന്നണികളും പ്രകടമാകുന്നത് എന്നുള്ളതാണ്. 3 പേർക്കും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ കൂടി വന്നാൽ അത് വലിയ ചരിത്രമാകും. ഒപ്പം കേരളത്തിൽ അത് ഭാവിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നെല്ലാമാണ് LDF കണക്കുകൂടുന്നത്. അതുകൊണ്ട് തന്നെ 3-ാം പിണറായി സർക്കാർ എന്നുള്ളതാണ് പ്രധാനമായും LDF മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം മറ്റു തരത്തിൽ ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണ. കാരണം കഴിഞ്ഞ വർഷം കൈവിട്ടു പോയ ഭരണം ഒരു തുടർച്ച LDF-നുണ്ടാവുന്നത് അത് UDF-ന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇനിയിപ്പോൾ ഇത്തവണ കൂടി LDF ഭരണം തുടർന്നാൽ അത് UDF-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന തിരിച്ചറിവിൽ തന്നെ നേരത്തെ മുതൽ തന്നെ സീറ്റ് വിഭജനം ഉൾപ്പെടെ വലിയ തർക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസും നേരത്തെ തന്നെ ഒരുങ്ങുകയാണ് എല്ലാ കാര്യത്തിലും. BJP-യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ചു എന്ന ഗ്ലാമറിൽ നിൽക്കുന്നുണ്ട് BJP. കൂടാതെ തൃശൂർ പാർലമെന്റ് മണ്ഡലവും BJP-യുടെ കയ്യിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 5 സീറ്റെങ്കിലും നിയമസഭയിലേക്ക് നേടിയില്ലെങ്കിൽ അത് വലിയ നാണക്കേടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് NDA-യും അതിശക്തമായ മത്സരത്തിന് തന്നെ ഇറങ്ങുകയാണ്.
പോവുകയാണ്. ഇനി ഏറിയാൽ 2 മാസം എന്ന നിലയിൽ തന്നെയാണ് മുന്നണികൾ എല്ലാവരും കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ തവണത്തേതാണെങ്കിൽ ഫെബ്രുവരി അവസാന ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് നടന്നു. ഏതാണ്ട് അതിനോടടുപ്പിച്ച് തന്നെ ഇത്തവണയും മുന്നണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ വളരെ സജീവമാക്കി കഴിഞ്ഞു 3 മുന്നണികളും. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും മാറിയും മറിഞ്ഞും വരുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഓരോ വിഷയങ്ങളും വലിയ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ മാറുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ബജറ്റ് ഉൾപ്പെടെ വലിയ ചർച്ച ജനങ്ങളിൽ ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ 3 മുന്നണികളും ആവേശത്തിലാണ്. ഏത് നിമിഷം ഇലക്ഷൻ വന്നാലും തയ്യാറായിക്കൊണ്ട് വിനീത. അതാണ് അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ് മുന്നണികൾ. ഇതാ ജാഥകൾ സജീവമായി മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം പിടിക്കുക എന്ന് തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത്.